ഒരു പ്രോഡക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ പിന്നീട് നമുക്ക് ഉപയോഗിക്കാമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ല. യു ആർ നോട്ട് അലോൺ. നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു. അതിൽ ഒരു ലേബൽ ഉണ്ടാകും. ചിലപ്പോൾ അതിന്റെ സൈഡിലായിരിക്കും, ഫ്രണ്ടിലായിരിക്കും, അതുമല്ലെങ്കിൽ പുറകിലായിരിക്കും ഒരു ലേബൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ലേബലില് എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് സെൽ ബൈ എന്നെഴുതിയായിരിക്കും, അല്ലെങ്കിൽ യൂസ് ബൈ എന്നെഴുതിയായിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് ബൈ എന്നെഴുതിയായിരിക്കും. അതുമല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്നെഴുതി ഒരു ഡേറ്റ് കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? 100-ൽ 85% ആളുകളും ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രോഡക്റ്റ് സേഫ് അല്ല എന്ന് കരുതി ആ ഒരു പ്രോഡക്റ്റ് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി കളയുകയോ ചെയ്യുന്നവരായിരിക്കും. ഇത്തരത്തിൽ ഡേറ്റുകൾ കമ്പനീസ്, ഈ ഫുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് അത് നിർമ്മിക്കുന്ന കമ്പനീസ് സ്വമേധയാ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഉപഭോക്താക്കൾക്ക്, കൺസ്യൂമേഴ്സിന് ആ ഒരു പ്രോഡക്റ്റ് ഈ ഡേറ്റ് വരെ ഫ്രഷ് ആയിരിക്കും എന്ന ഒരു സൂചന നൽകുന്നതിന് വേണ്ടി മാത്രം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രോഡക്റ്റ് അതിന്റെ എക്സ്പയറി ഡേറ്റ് 18-ാം തീയതി എന്നിരിക്കട്ടെ. ഇന്ന് 10-ാം തീയതി. ഇനി ഒരു 8 ദിവസം കൂടെ ഉള്ളൂ ആ ഒരു പ്രോഡക്റ്റ് അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് എങ്ങനെ ഇരുന്നോ ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്തുന്നതിന്. 18-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസം കഴിയും തോറും അതിന്റെ ഫ്രഷ്നെസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഫുഡ് ലേബിൾസ്? ബെസ്റ്റ് ബൈ എന്നെഴുതി ഒരു ഡേറ്റ് കാണുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു ഫുഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അതിന്റെ പീക്ക് ഫ്ലേവറിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണത്. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഫ്രഷ്നെസ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഫ്ലേവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18-ാം തീയതിയാണ് ബെസ്റ്റ് ബൈ എന്നെഴുതി കാണിച്ചിരിക്കുന്നതെങ്കിൽ 18-ാം തീയതിക്ക് ശേഷം ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സേഫ്റ്റി ഒക്കെ സേഫ് ആയിരിക്കും, ബട്ട് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ മാത്രം ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സെൽ ബൈ എന്നെഴുതിയാണ് ഡേറ്റ് കാണുന്നതെങ്കിൽ അതിനർത്ഥം അതാണ് ആ ഒരു പ്രോഡക്റ്റ് ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ട് ഓൾസോ ഇറ്റ് ഡസന്റ് മീൻ സേഫ്റ്റി. ആൻഡ് ഫൈനലി യൂസ് ബൈ ഡേറ്റ് എന്നെഴുതി ഒരു ഡേറ്റ് കാണുന്നതെങ്കിൽ അതിനർത്ഥം ആ ഒരു പ്രോഡക്റ്റ് അതിന്റെ പീക്ക് ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് റെക്കമെൻഡഡ് ഡേറ്റ് ആണത്. അഗെയിൻ ഇറ്റ് ഡസന്റ് മീൻ സേഫ്റ്റി. ഡേറ്റുകൾ പല പേരിലൊക്കെ അറിയപ്പെടുന്നെങ്കിലും കാര്യമെല്ലാം ഒന്ന് തന്നെയാണ്. അതിന്റെ പീക്ക് ഫ്ലേവറിൽ ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ ഡേറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഡേറ്റ്? യൂസ് ബൈ ഡേറ്റ്, സെൽ ബൈ ഡേറ്റ്, ബെസ്റ്റ് ബൈ ഡേറ്റ് എന്നത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റഡിയിലൂടെ കണ്ടെത്തിയത് 43% ആളുകളും കരുതുന്നത് ഈ യൂസ് ബൈ ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി എന്നാണ്. സെയിം തിങ് 19% ആളുകളും കരുതുന്നത് ഈ സെൽ ബൈ ഡേറ്റ് എന്നത് സേഫ്റ്റി എന്നുമാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഡസന്റ് മീൻ സേഫ്റ്റി. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സേഫ്റ്റി ബട്ട് ക്വാളിറ്റി ആൻഡ് ഫ്രഷ്നെസ്. സോ ഇത്തരത്തിൽ ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾ വലിച്ചെറിയണോ, പാഴാക്കണോ? നെവർ. അപ്പോൾ എങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ സേഫ്റ്റി വിലയിരുത്തണം? ഡേറ്റ് കഴിഞ്ഞിട്ടും അത് സേഫ് ആണോ, അത് ഉപയോഗിക്കുന്നത് സേഫ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ തിരിച്ചറിയാം? നോക്കാം. അതിനും കൂടെയാണ് ദൈവം നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത്. യൂസ് യുവർ സെൻസസ്. ഒരു ഫുഡ് പ്രോഡക്റ്റ് സ്പോയിൽ ആവുകയാണെങ്കിൽ അതിൽ ബാക്ടീരിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇങ്ങനെ സ്പോയിലേജ് ബാക്ടീരിയ ആക്ട് ചെയ്യുന്നതിലൂടെ അതിന്റെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ രുചിക്ക് വ്യത്യാസം വരും, സ്മെല്ലിന് വ്യത്യാസം വരും, അതിന്റെ ടെക്സ്ചറിന് തന്നെ വ്യത്യാസം വരും. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, സെൻസസ് ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് സ്മെല്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് സ്പോയിലായെന്ന്. അപ്പോൾ അത് നമുക്ക് കളയേണ്ട ഒരു വസ്തുവായി കഴിഞ്ഞു അത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ രുചി വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചില ഫുഡ് പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും അതിന്റെ ടെക്സ്ചറിലും വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കളയേണ്ട ഒരു വസ്തുവാണെന്ന്. ഇങ്ങനെ നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് സേഫ് ആണോ അല്ലയോ എന്ന് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അതിന് ഈ കമ്പനിക്കാർ പറയുന്ന യൂസ് ബൈ ഡേറ്റ്, സെൽ ബൈ ഡേറ്റ്, ബെസ്റ്റ് ബൈ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഇതൊക്കെ നോക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവം നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത് ഇതിനും കൂടെയല്ലേ. ഇനി ഇതൊന്നും മാറിയിട്ടില്ല. ഈ സെൻസസിനൊന്നും ഒരു കുഴപ്പവുമില്ല. മണത്തിന് ഒരു വ്യത്യാസവുമില്ല, രുചിക്ക് ഒരു വ്യത്യാസവുമില്ല, ടെക്സ്ചർ എല്ലാം പഴയതുപോലെ തന്നെയാണ് എങ്കിൽ ഇറ്റ് ഈസ് സേഫ് ടു യൂസ്. ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്പോയിൽ ആകാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ആ ഫുഡിന്റെ ഏത് അവസ്ഥയിലാണ്, ഏത് ഫ്രഷ്നെസ്സിലാണ്, ഏത് ക്വാളിറ്റിയിലാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്, അതേ ഫ്രഷ്നെസ് ആൻഡ് അതേ ക്വാളിറ്റിയിൽ തന്നെ ഡീഫ്രീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് പുറത്തെടുക്കുമ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതും. ബട്ട് ഇറ്റ് ഈസ് റോങ്, കംപ്ലീറ്റ്ലി റോങ്. ഈ ഫ്രീസിംഗ് എന്ന് പറയുന്നത് ആ ഫുഡ് പ്രോഡക്റ്റിന്റെ സേഫ്റ്റിക്ക് മാത്രമേ ഗ്യാരണ്ടി പറയുന്നുള്ളൂ.
അതിന്റെ ഫ്രഷ്നെസ് ആൻഡ് ക്വാളിറ്റി ഓവർ ദ ടൈം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഡേറ്റുകളിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് കൂടുതലായും സേഫ്റ്റി അല്ല, മറിച്ച് അവരുടെ ബ്രാൻഡിന്റെ പ്രൊട്ടക്ഷനെയാണ്, അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിന്റെ പ്രൊമോഷനെയാണ്. ഓരോ ഫുഡ് കമ്പനികളും ആഗ്രഹിക്കുന്നത് അവരുടെ ഫുഡ് പ്രോഡക്റ്റ് ജനങ്ങൾ ആസ്വദിക്കുമ്പോൾ അത് അതിന്റെ പീക്ക് ക്വാളിറ്റിയിലായിരിക്കണമെന്നായിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ ജനങ്ങൾ അത് ആസ്വദിക്കുകയും ആസ്വദിച്ച് ഭക്ഷിക്കുകയും അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ഒരു പ്രവണത അവർക്ക് ഉണ്ടാവുകയും ചെയ്യുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് അതിന്റെ ക്വാളിറ്റി ഫ്രഷ്നെസ് കുറവായിരിക്കും. ആ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഫ്രഷ്നെസ് കുറഞ്ഞ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് ജനങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് അതൊരു കഴിച്ചൊരു തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് അവർ ആ പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിക്കാൻ ശ്രമിക്കുമോ? അതുമില്ല. സോ മിക്ക ഫുഡ് കമ്പനികളും തങ്ങളുടെ പ്രോഡക്റ്റ് അതിന്റെ പീക്ക് ക്വാളിറ്റിയിൽ തന്നെ ഉപഭോക്താക്കൾ ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് അവരൊരു എസ്റ്റിമേറ്റഡ് ഡേറ്റ് അങ്ങിടും. അതാണ് ഈ യൂസ് ബൈ ഡേറ്റ്, സെൽ ബൈ ഡേറ്റ്, ബെസ്റ്റ് ബൈ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ 2019 കണക്ക് പ്രകാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റിന്റെ 20% ഈ ഡേറ്റുകളിൽ ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മൂലം ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഫുഡ് കമ്പനികൾ അവർക്ക് തോന്നുന്ന ഒരു ഡേറ്റ് അങ്ങിടും. നമ്മൾ പാവം കൺസ്യൂമേഴ്സ് എന്ത് വിചാരിക്കും? ഈ പ്രോഡക്റ്റ് കഴിക്കാൻ സാധിക്കുന്ന ഫ്രഷ്നെസ്സോടും ക്വാളിറ്റിയോടും കൂടെ കഴിക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതെന്ന്. മറ്റു ചില ആളുകൾ വിചാരിക്കും ഈ ഫുഡ് പ്രോഡക്റ്റ് അതിന്റെ സേഫ്റ്റിയോടെ കഴിക്കാൻ സാധിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതെന്ന്. ബട്ട് ആക്ച്വലി അവർക്ക് തോന്നുന്ന ഒരു ഡേറ്റ് ആണ് ഇടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈവൻ ആ ഡേറ്റ് കഴിഞ്ഞ് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് കഴിച്ചാൽ പോലും അതിന്റെ പീക്ക് ക്വാളിറ്റിയിൽ തന്നെ ഫുഡ് ഉണ്ടാകും, അത് സേഫ് ആയിരിക്കും. ഇത്തരത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മൂലം നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കും. ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് മൂലം ക്ലൈമറ്റ് ചേഞ്ചിന് നമ്മളും ഒരു കോൺട്രിബ്യൂട്ടർ ആകുന്നു. ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ 8% നമ്മൾ ഈ പാഴാക്കുന്ന ഫുഡ് വേസ്റ്റിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് അറിഞ്ഞോ അറിയാതെയോ വേസ്റ്റ് ആക്കുന്നതിലൂടെ ഭൂമിയുടെ നാശത്തിന് നമ്മളും പങ്കാളികളാകുന്നുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് ആക്കി കളയുന്ന ഫുഡ് ഐറ്റംസിൽ നിന്ന് ദിവസം കഴിയും തോറും മീഥേൻ എന്ന ഗ്യാസ് പുറത്തേക്ക് വരും. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായും മീഥേൻ ഗ്യാസ് ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കും. പറഞ്ഞു കഴിഞ്ഞാൽ 80 മടങ്ങ് അധികമായി, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും 80 മടങ്ങ് അധികമായി മീഥേൻ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കോൺട്രിബ്യൂട്ട് കൊടുക്കുന്നത്. സോ ഈ യൂസ് ബൈ ഡേറ്റ്, സെൽ ബൈ ഡേറ്റ്, ബെസ്റ്റ് ബൈ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എന്നൊരു ഡേറ്റ് കണ്ട് നിങ്ങൾ ഫുഡ് കളയരുത്, അതിൽ വഞ്ചിതരാകരുത്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് നശിച്ചോ ഇല്ലയോ എന്ന്. സോ യൂസ് യുവർ സെൻസസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ് സർക്കിളിലോട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.